വീഡിയോ എടുക്കരുത്. നമുക്കിന്ന് ടൈമർ വെക്കാം. എന്നിട്ട് ഏറ്റവും കൂടുതൽ ആരാ നിക്കുന്നത് നോക്കാം. എന്നെ നാണം കരുതണം. കമോൺ. ഇവിടെ വർക്കൗട്ട് ചെയ്യാണ്ട് ഇവിടെ ഇറങ്ങൂല. പറ്റൂലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോയിക്കോ. പറ്റൂലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോയിക്കോ. ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് വിളിക്കാം. ലാറ്ററിലാണോ? ഞാനത് കുറച്ച് ചെയ്യുള്ളൂ. ഞാനും കുറച്ച് നീ 3 സെറ്റ് ചെയ്യും. 3 സെറ്റ് 10 റെപ്പിന് 3 സെറ്റ് ചെയ്യാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നുള്ളത് മാനന്തവാടിയിൽ പുതുതായി തുറന്ന DSC എന്നുള്ളൊരു ജിമ്മിലാണ്. അപ്പം എൻ്റെ കൂടെ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് അമ്മു ചേച്ചിയാണ്. അമ്മു ചേച്ചി ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ അടിച്ച ഒരാളാണ്. അത് മാത്രമല്ല സ്ട്രോങ് വുമൺ ഓഫ് ഇന്ത്യയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ജിമ്മിൻ്റെ ഓണേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇവർ 3 ആളാണ് നമ്മുടെ ജിമ്മിൻ്റെ ഓണേഴ്സ്. ബേസിൽ വിവേക്, അനിത്. അപ്പോൾ വിവേകേട്ടാ, എന്താണ് നിങ്ങളൊരു മോട്ടീവ് ഇങ്ങനെ ഒരു ജിം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്? നമുക്കൊരു പാഷനാണത്. നമ്മളൊരു ഏകദേശം 10-15 വർഷമായിട്ട്, ഏകദേശം 12 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ഈ ഫീൽഡിലുണ്ട്. പിന്നെ നമ്മളൊക്കെ സർട്ടിഫിക്കറ്റ് ട്രെയിനേഴ്സാണ്. എൻ്റെ പ്രൊഫഷൻ വേറെയാണെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ജിമ്മിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ ഈ ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ നമുക്ക് എന്താണ് നമുക്ക് എത്തിയിട്ടുള്ളൊരു കാര്യമായിട്ട് മടുക്കുന്നില്ലല്ലോ, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യം. അത് 12 വർഷം എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനേഴ്സാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ഇത് പാഷനായിക്കൊണ്ട് ടീച്ചറാണല്ലേ ശരിക്കും? ടീച്ചറായിട്ടും ഇതൊരു പാഷനാക്കി എടുത്ത് പുതിയൊരു ജിം ഓപ്പൺ ചെയ്തതാണ്. അപ്പം അതിനൊരു ഡെഡിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റിയും നിങ്ങളുടെ വർക്കൗട്ടിന് നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പം എല്ലാവരും വന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബെഞ്ച് പ്രസ് ആണ്. അപ്പം അമ്മ ചേച്ചി വാം സെറ്റ് വെച്ച് തുടങ്ങാൻ പോവാണ്. ചേച്ചി വാ. എന്റെ തല കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വാ. ഓക്കെ. 1 2 3 4 5 6 7. നടുവളക്കുന്ന പരിപാടി നമുക്ക് എന്നെ കൊണ്ടാവില്ല കേട്ടോ. നീ നടുവൊന്നും വിളിക്കണ്ട, നീ നോർമലി ചെയ്യുന്നത് ചെയ്തു. പത്തിട്ട് കയറാം. 10 രൂപ വേണം. എന്തത് വരാത്തെ? എടുക്ക്. അയ്യോ, അത് അപ്പുറം സൈഡായി പോലോ, കിട്ടുന്നില്ല. പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ. എടുക്ക് നോക്കട്ടെ. പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ എന്തായിരുന്നു? വാ, ഈസി. Two, 3, 4, 5. എല്ലാം 5 റെപ്പാ? പാവം വേണ്ട, 5 റെപ്പല്ലോ? എല്ലാം ഇല്ല. എത്ര സമയം അമ്മുചേച്ചിനെ എപ്പോഴും മുട്ടി വയ്ക്കാൻ പറ്റുന്ന അറിയില്ല. നോക്കാം. ഈസി. അമ്മുചേച്ചിന് മാക്സിമം എത്ര? 1 hour എത്ര? 70 അല്ല. നിന്റെ എത്രയാ? 70. അല്ല എന്റെ 70 ഒന്നുമല്ല. എന്റെ 90 ഞാൻ 10 അടിക്കും. 90 10? ഇനി നമ്മള് മൊത്തം പവർ ലിഫ്റ്റിംഗിന്റെ രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. 5 റെപ്പ് 6 റെപ്പ് അല്ല. ഞാനിതാകെ 2 റെപ്പടി. ഇതെല്ലാം ഈസി. One, 2,
50 പ്ലേറ്റ് ഇല്ല. 5 മിനിറ്റ്. അത് ഇത്ര ഈസിയായിട്ട് അടിച്ചിട്ട് ലാസ്റ്റ് ഇത്ര നമ്മളുണ്ട് 60 കിലോ. 60 ഇത്ര കിലോ ഈസിയായിട്ട് 2 ട്രിപ്പ് അടിച്ചിട്ട് 70 അടിച്ചിട്ട് നാണക്കേടാ. മനസ്സിൽ ചെയ്യുമ്പോൾ ഓൾവേസ് ചെയ്യുന്ന എടുത്തോ. ഈസി. 1 എടുക്കാനേ വഴിയുള്ളൂ. ഈസി. ഈസി 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 ഈസിയാ. അവിടെ രണ്ടാമത്തെ വർക്കൗട്ട് ഇംഗ്ലൈൻ നമ്പർ പ്രസ്. ബാ എടുക്കും. വെയിറ്റ് എടുക്കണം. ഞാൻ എടുത്തരൂല. എത്രയാ എടുത്തോ. 15 തുടങ്ങി അന്ന് 12 തുടങ്ങി. എത്ര ഉറപ്പ? ഞാൻ കുറച്ച് വർഷം അടിക്കുള്ളൂ. ഞാൻ 20 സ്റ്റാർട്ട് ചെയ്തോളൂ. വർക്കൗട്ട് മരിക്കണ്ടേ? ഓ നിനക്കൊന്ന് വർക്കൗട്ട്. എനിക്ക് വർക്കൗട്ട് ഇല്ല. എനിക്ക് എന്റെ റെസ്റ്റ് ഡേയാ. സാരില്ല ചേച്ചി. എന്നെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നു. എനിക്ക് ആകെ ഒരു ദിവസം ലീവ് ഉള്ളൂ. ആ ഒരു ദിവസം വന്നിട്ട് അമ്മ ചേച്ചി പോയി വർക്കൗട്ട് ചെയ്യുന്നില്ലേ? അമ്മ ചേച്ചി അവയിൽ പറയാ എന്റെ പേര് വർക്കൗട്ട് ചെയ്യുന്നത്. ഞാനിപ്പോ അമ്മ ചേച്ചിനെ പോയി വർക്കൗട്ട് ചെയ്യുന്ന പറഞ്ഞു നടക്കുന്നില്ലേ? അതുപോലെ 3 4 5 6 ഓണർ അതെന്തായാലും വരും. Easy. Easier. 2, 3, 4, 5, 6, 7. Easy. 8, 9, 10. Let's go. അടുത്ത കോമ്പറ്റീഷൻ എപ്പോൾ ചെയ്യുന്നു? അടുത്ത കോമ്പറ്റീഷൻ എപ്പോൾ ചെയ്യുന്നു? അടുത്ത കോമ്പറ്റീഷൻ ഈ 21-ന്. ഏത്? ഇന്ത്യ റെയിൽവേസ്. ഇന്ത്യ റെയിൽവേസോ? പറയാൻ പറഞ്ഞു. റെയിൽവേ കയറിയാ പറഞ്ഞു പോലല്ല. അവിടെ പോയപ്പോ മടിക്കേ. ഇവിടുന്ന് ഒരേ വർക്കൗട്ട് ചെയ്യുന്ന പറഞ്ഞത്. നോർമലി നിങ്ങൾ റെസ്റ്റ് ഡേയ്സിൽ വർക്കൗട്ട് ചെയ്യും. ഞങ്ങളൊന്നും ചെയ്യാറില്ല. റെസ്റ്റ് ഡേയ്സിൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യില്ല. ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചു. അതാണ് സ്നേഹം കണ്ട. എടാ അന്ന് നാളെ വന്ന് ഇവിടെ വർക്കൗട്ട് ചെയ്താൽ മതിയായിരുന്നു. അമ്മ ചേച്ചിനെ ഞാൻ ഡെഡ് വലിക്കണം അല്ലേ? എനിക്ക് ഡെഡ് പൊന്തൂല. ഞാൻ സ്പോട്ട് വേണമെങ്കിൽ അമ്മ ചേച്ചിനെ പിടിച്ചിരിക്കും. സ്പോട്ട് എത്ര പോസിക്ക് നീ എത്ര ചെയ്യും? ഞാൻ 140 ഒരു 8 ഇന്നലെ ഞാൻ എത്ര ചെയ്തെന്ന് അറിയോ? 175-ല് 2 റെപ്പ്. 175 ഞാൻ കഴിഞ്ഞ കോമ്പറ്റീഷന് 4 റെപ്പ് ചെയ്തു. 4 റെപ്പ്. വലിയ വലിയ ആൾക്കാര് ഇവരൊപ്പം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. 170. One, 2, 3, 4. 90% കൂടെ 5. താവട്ടെ. ഇങ്ങനെ മോളൊന്നും ഇങ്ങനെ. ചേച്ചി 30 എടുക്കണോ 35 എടുക്കണോ? 35 താങ്കരാവോ? നീ 20 നേരത്തെ ചെയ്തേ. ഞാൻ 25. 25 എന്നാ 30 എടുക്കും. ബാക്കിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ തള്ളി എന്റെ കാലിലോട്ട് ഇടുവോ നീ? ഇല്ല അതില്ല. ഈസിയാ. Easy. 1, 2, 3, 4, 5. Push. 6, 7. Easy. 8. Okay.
ഇനി എന്നെ ഷോൾഡേഴ്സിൽ കാണുന്നതായിരിക്കും. ഇനി ഞാൻ ഷോൾഡേഴ്സ് ചെയ്യുന്നതായിരിക്കും. രണ്ടാളും ജസ്റ്റിന് ആ മതി. നിന്റെ ഇനി ഒരു സെറ്റും കൂടെ ബാക്കിയുണ്ട്. ചേച്ചിക്ക് ഒരു സെറ്റ് എനിക്കില്ല. നീ വേണമെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് മതി. അപ്പുറത്ത് പോ. നീ 35 നേരത്തെ എടുത്തേ? 30 എടുത്തേ? അല്ല, നീ നേരത്തെ 30 എടുത്തേ. നമുക്ക് 35 ചെയ്യാം. അതാ സേഫ്. 35 ഞാൻ ഇതൊരു കുറെ കാലം 35 തന്നെ പിടിച്ചു. എന്നിട്ടാണോ നീ 40 എടുക്കാൻ പോകുന്നേ? കുറെ കാലം ഞാൻ 35 തന്നെ പിടിച്ചേക്കുന്നത്. എപ്പോ കഴിഞ്ഞ കോമ്പറ്റീഷൻ അമൃതനെ അടിക്കാൻ തുടങ്ങി 35 തന്നെ. ഇതൊരു മാറ്റൂലേ 35. നമ്മൾ കളിയേക്കാ മൈൻഡ് ആക്കരുത്. ഇങ്ങനത്തെ മൈൻഡ് ആക്കി കഴിഞ്ഞാൽ ഇനി തീർന്നു. Come, let's go. Easy. Easy, buddy. Easy. Easy. 1. Let's go. 2. 3. Wide ആക്കല്ലേ. ഡമ്മലിന്റെ ഗ്രിപ്പിന് നല്ല ഇതാ. എടാ ഇത് റബ്ബറൈസ്ഡ് വെയിറ്റ്സ് അല്ല. ദീസ് ആർ മെറ്റൽ പ്ലേറ്റ്സ്. ലോഡ് കറക്റ്റാ. ഗ്രിപ്പിന് വിട്ടുകൂടില്ല. ചുമ്മാ തള്ളു. അല്ല തള്ളി വിടും. കഴുത്തിന് ഇത്ര ഇതില്ല. എനിക്കിപ്പോ അവിടെ നിന്ന് പോയിട്ട് കഴുത്തിന്റെ വെയിറ്റ് ഒന്നുമില്ല എനിക്ക്. എന്റെ ബൈസിന്റെ വർക്കൗട്ട് ആയി ഇപ്പൊ. സന്തോഷിക്ക് 2 വർക്കൗട്ട് ഒരു നേരം. എന്താ വർക്കൗട്ട് ലാറ്ററൽ ചെയ്യണോ? ഞാനത് കുറച്ച് ചെയ്യുള്ളൂ. ഞാനും കുറച്ച് നീ 3 സെറ്റ് ചെയ്യും. 3 സെറ്റ് 10 റെപ്പിന് 3 സെറ്റ് ചെയ്യണം. ഭീഷണി പാവം ഇരുന്ന് മാത്രം ശീലമുള്ള എന്നെ നിന്നിട്ട് ചെയ്യിപ്പിക്കാം. ഇരുന്നിട്ട് ചെയ്തിട്ട് എനിക്ക് ശീലമുള്ളൂ. ഈസി. 3 4 5 6 7 8 9 10. Easy. 5 6 7 8 9. നിനക്ക് എത്ര വെയിറ്റ് വേണം ഇനി? എനിക്കൊരു 5 അപ്പുറത്ത് കിട്ടാൻ കഴിയുള്ളൂ. 10 അല്ലേ? 5 തുടങ്ങാം. 5 വേണോ 10 വേണോ നിനക്ക്? എനിക്ക് കൊണ്ടൂല. Easy. 2 3 വേണ്ട. നമുക്ക് 5 ഓൾറെഡി പ്രസ് ചെയ്തില്ലേ? ചൂട് കുറവാ. കൈ പൊതുന്നില്ല. അനങ്ങണ്ടേ കൈ മുന്നോട്ട്. ഫ്ലെക്സിബിലിറ്റി വേണം നിനക്ക്. ഫ്ലെക്സിബിലിറ്റി അതില്ല എനിക്ക്. എൻ്റെ ഫുള്ള് സ്റ്റിഫാ. അനങ്ങൂല. അവിടെ എത്തൂല എന്തായാലും നമുക്ക്. ഒരു 5 കൊല്ലം കൂടി ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ മുട്ടി വെക്കും. എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. ആർക്ക്? എനിക്ക് എത്ര വയസ്സ്? 29. 29 ആർക്ക്? നിനക്ക് 29. എനിക്ക് 21. എനിക്ക് 20 വയസ്സ്. 20. എത്ര കൊല്ലം മുമ്പ്? എത്ര കൊല്ലം മുമ്പ്? ഈ വർഷം എനിക്ക് 20. 20. ചെൽജോണ്ട് എത്ര വയസ്സ് നോക്കാം? ചെൽജോൻ 3-4 വയസ്സ് നോക്കുന്നുണ്ട്. എനിക്ക് 25 വയസ്സ് പോരെ. 25. അപ്പൊ 27 വയസ്സ്. 25. അപ്പൊ 27 വയസ്സ് കറക്റ്റ് അല്ലേ? ഒരു വീട് തപ്പിക്കൊണ്ടിരിക്കുക. Come on. Easy 1.
കഴിവൊന്നുമില്ല. 2, easy 3, 4, 5, 6, 7, easy 8, 9, push, easy. ഇതിനകത്ത് തന്നെ ചെയ്യണ. തന്നെ അമ്മ ചേച്ചി കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു കൊടുത്തു എന്റെ ക്ലയൻസും എന്റെ ഓഡിയൻസും. എന്താടാ? ടിപ്സ് ആൻഡ് ട്രിക്സ്. എന്താ? എന്തിന്റെ? സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാം. എനിക്ക് പ്രത്യേകിച്ച് വന്നു. हेलो, इंस्टा देखना, उसमें सेंड किया है मैंने पोस्ट डेट का वीडियो. क्या? नहीं, ऐसा करना है पोस्ट डेट. इजी बड़ी इजी. क्या? अब नहीं करना है, तुम्हारा हो गया ना? 30 കിലോ ഒന്നും പോകുന്നില്ല. വെയിറ്റ് വർക്ക് ഇത് എത്രയാ? 5 ലിറ്റർ 2 ഇടും. അതല്ല, ഇത് ഇങ്ങോട്ട് പോകുന്നില്ല. തോന്നില്ല. ഞാൻ ഇപ്പോൾ ചെയ്ത് കൊടുത്തു. അപ്പൊ നീ തന്നെ ചെയ്തോ. കൈയൊക്കെ വേണം. ഹൈറ്റ് കുറവുണ്ടായിരിക്കും. നമുക്ക് ഡംബൽ ചെയ്യാം. ഹൈറ്റ് കുറവുണ്ടായിരിക്കും ചേച്ചി. ഇത് പൊന്തിക്കാനും പറ്റില്ല. ഇത് പൊന്തിക്കാനും പറ്റില്ല. അത്രേ പോന്നു മാക്സിമം. നീ ചെയ്യും, ഞാൻ നിന്നെ ചെയ്യിപ്പിക്കും. യെസ്, കം ഓൺ. എന്താ ചെയ്യുന്നത്? ചെയ്യുന്നില്ല. അമ്മ ചേച്ചി മൊത്തം സ്കിപ്പാ മടിച്ചു. എന്റെ റെസ്റ്റ്. ഇത് ആളെ പറ്റിക്കുന്ന നമുക്കറിയില്ലല്ലോ എന്താ ഷെഡ്യൂൾ ഒന്ന്. കം ഓൺ. റെസ്റ്റ് കാണുമ്പോൾ എന്തായാലും വരാൻ നിൽക്കൂല. ഈസി. ഈസി. കൂട്ടുന്നുണ്ടോ? പോവൂല. ഒരു 2.5 തൊടുകൂല. 2.5 കിട്ടല്ലോ. അമ്മ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് 2.5 2.5 അപ്പുറത്ത് ഇപ്പുറത്ത് അവിടെ നോക്കി തന്നാൽ മതി. അന്ന് ഇതിനകത്ത് 3 സെറ്റ്. കം ഓൺ. എടാ, ഇത് കഴിഞ്ഞിട്ട് നീ എന്താ എനിക്ക് വാങ്ങി തരാൻ പോന്നെ? എന്താ വാങ്ങിത്തണ്ടേ? എന്താ വാങ്ങി എന്താ വേണ്ടേ? എന്താ വേണ്ടത് പറ. നമുക്ക് പപ്സും ചായയും കഴിക്കാം. നമുക്ക് അൽഫാം കഴിക്കാം. പപ്സും ചായ കഴിക്കാം. പപ്സും ഞാൻ കഴിക്കില്ല. നമുക്ക് അൽഫാം കഴിക്കാം. നീ അൽഫാം കഴിച്ചാ, എനിക്ക് പപ്സും ചായ. ല്ലോ. അപ്പൊ നീ അൽഫാം കഴിച്ചോ. Come on. Easy. 1, 2, 3, 4, 5, 6, 7. അത് ഇവന്റെ അതൊക്കെ റെസ്റ്റ് ഡേ. ഇവൻ എന്നെ കൊണ്ട് ഇവിടെ ചുമ്മാ വന്ന് നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് പപ്സും ചായയും. ഞാൻ അൽഫാം വാങ്ങിച്ചു പറഞ്ഞതാ. അൽഫാം വേണ്ടാന്ന്. ആ, വാങ്ങി തന്നെ. കൈയൊക്കെ വേദന എടുക്കും. ഇതാണ് ഇവിടുത്തെ. ഇവിടെ ഞാൻ കയറി വരുമ്പോ ഇതെന്റെ ടീം. ഞാൻ അമൃതയിൽ പോയാൽ അമൃത ടീം. ഞാൻ ഇറങ്ങിക്കോളെ. ഇവന് എനിക്ക് തിന്നാൻ വാങ്ങി തരാന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്ന്. ഇത് ഇവിടെ വർക്കൗട്ട് ചെയ്യാണ്ട് ഇവിടെ ഇറങ്ങൂല. പറ്റൂലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോയിക്കോ. ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് വിളിക്കാം. എല്ലാം വീഡിയോ എടുക്കരുത്.
നമുക്കിന്ന് ടൈമർ വെക്കാം. എന്നിട്ട് ഏറ്റവും കൂടുതൽ ആരാ നിൽക്കുന്നത് നോക്കാം. എന്നെ നാണം കരുതണം. കമോൺ, ചത്ത് ഞാൻ ഉറങ്ങിക്കോർ. അപ്പം അമ്മ ചേച്ചിക്ക് എന്നെ നാണം കരുത്തിയേ പറ്റൂന്നാണ് പറയുന്നത്. ഞാൻ 1 മിനിറ്റ് നിൽക്കും ഗൈസ്. ഞാൻ 30 സെക്കൻഡ്. എൻ്റെ ഓൾറെഡി ഷോൾഡറിലും പൊളിഞ്ചാളേ. എന്നെ കൊണ്ട് കുറെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യാം. വാ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പം തന്നെ ഫീൽ ആവുന്നു കേട്ടോ. നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്തെങ്കിലും സംസാരിക്കും, ബോറടിക്കുന്നു. എന്നെ പെട്ടെന്ന് ഇതാക്കണോ? എന്നെ ടയേർഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. വർത്തമാനം പറയുന്നത് കണ്ട മിണ്ടാണ്ടിരിക്കുന്നുണ്ട. ആ വായെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്തേലും പറ. എന്താ പറയണ്ടേ? നമ്മൾ ഇന്ന് എവിടുന്ന് ഫുഡ് കഴിക്കാൻ പോന്നെ? എന്നാ നമുക്ക് മലബാർ പോവാം. മലബാറിലാ? ശരി, മലബാർ. എടാ, പുതിയൊരു അവിൽ മിൽക്കിന്റെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ പോയായിരുന്നോ? അവിടെ പോകും. അവിടെ പക്ഷെ അൽഫാം കിട്ടില്ല. ഞാൻ പരസ്യം കണ്ടില്ലേ? മോസിയോ അങ്ങനെ എന്തോ സംഭവം. ഞാൻ പരസ്യം കണ്ടില്ലേ? റീലെല്ലാം കണ്ടില്ലേ? എനിക്ക് നല്ല ചൂട് പഫ് ചായ വേണം. എനിക്ക് ഡയറ്റ് ആവശ്യം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇന്ന് മുട്ട പഫ്സ് കഴിക്കാം. മുട്ട പഫ്സിൽ പ്രോട്ടീൻ ഉണ്ടല്ലോ. മുട്ട പഫ്സിൽ പ്രോട്ടീൻ മാത്രമല്ല, മൈദയാണുള്ളത്. കാർബൺ കയറട്ടെ. മൈദ മൈദ അവര് പഞ്ചസാര ഒക്കെ ഇട്ടിട്ടല്ലേ അവരുണ്ടാക്കുന്ന പഫ്സ്. ഞാൻ ചത്ത് വീട് എന്നിട്ട് വേണം എനിക്ക് നിൽക്കാൻ. ഒരു 2 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ വീണ് കഴിഞ്ഞാൽ എൻ്റെ ക്ലയൻസ് പറയും ഇനി നിന്നെ വേണ്ട, ഞാൻ പുതിയ ട്രെയിനർ എടുക്കാന്ന്. എൻ്റെ ക്ലയൻസിനെ കൊണ്ട് 2 മിനിറ്റ് എടുത്തേക്കല്ലേ ഞാൻ. ഓഹോ, മിക്കവാറും ഞാൻ നീ പോയി പഠിച്ചിട്ട് പോകാന്ന് പറയും അവര്. അവരോട് പറ. പിന്നെ അവർക്ക് മലയാളം മനസ്സിലാവില്ല, അതുകൊണ്ട് ഭാഗ്യം. നമുക്ക് 2 മിനിറ്റ് എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ആണെന്ന് അറിയാം. ഞാൻ ചത്ത്. കം ഓൺ ബഡി. എൻ്റെ ഷോൾഡറെല്ലാം തീർന്നു. അയ്യോ, 2 മിനിറ്റ് ആയേ. അമ്മ ചേച്ചി മതി. നീ വീട്ടാണ് എനിക്ക് വീട്. എൻ്റെ ഓൾറെഡി തീർന്നു. ഡെയിലി കോർന്ന് ചെയ്യുന്നത് അനങ്ങൊന്നും കൂടിയില്ല. ഞാൻ ചത്തു. 2 മിനിറ്റ് 20 സെക്കൻഡ്. പുറത്ത് കയറി ഇരിക്കണോ? നിർത്തിയാലോ? പറയിപ്പിച്ച് നിർത്തുന്ന മാക്സിമം പോട്ടെ. 3 മിനിറ്റ് നിൽക്കാം. എൻ്റെ ടോപ്പ് പോയത് 6 മിനിറ്റാ. അത് 55 കിലോ ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ കോർണർ വർക്കൗട്ട് ചെയ്യില്ല. ആ നടുവിൽ ഇഞ്ചുറി ആയതിനു ശേഷം ഞാൻ കോർണർ വർക്കൗട്ട് ചെയ്തില്ല. ഓക്കെ, 3. വലിയ വലിയ ആൾക്കാർ ഇതേതാ സ്റ്റോപ്പ് വാച്ച്? ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓ, അപ്പോൾ നാണം കെടുത്തിയപ്പോൾ സമാധാനമായി. ഇതിപ്പോൾ ദയകൊണ്ട് വിട്ടെന്നാണ് 3 മിനിറ്റിൽ. അപ്പോൾ ഇനി എനിക്ക് എക്സ്ട്രാ എന്തെങ്കിലും വാങ്ങി തരണം. അവൽ മിൽക്ക് മേടിച്ചു തരാം. വേണ്ട, അവൽ മിൽക്ക് വേണ്ട. അവൽ മിൽക്ക് അൽഫാം കഴിക്കാം. അയ്യോ, അൽഫാം വേണ്ട. പിന്നെന്താ വേണ്ടേ? നമുക്ക് ടീ ബ്രേക്ക് പോവാം. എവിടെ വേണമെങ്കിൽ പോവാം. ഷവായി കഴിക്കാം. എന്നിട്ട് ആയിക്കോട്ടെ. പ്രോട്ടീൻ